നമസ്കാരം. മംസ് ആൻഡ് വൈഫ്സ് നടത്തിയ റീൽസ് കോൺടെസ്റ്റിന്റെ വിജയികളെ പ്രഖ്യാപിക്കേണ്ട സമയമാണ് ഇത്. ഇതിന്റെ ഒരു വിനിർണയത്തിൽ ഇതിന്റെ ഒരു ടെക്നിക്കാലിറ്റീസ്, ഇതിന്റെ ക്യാമറ ആംഗിള്, എഡിറ്റിംഗ്, ലൈറ്റ്, ഓഡിയോ തുടങ്ങിയ സാധനങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ വീടുകളിൽ സാധാരണപ്പെട്ട ആളുകൾ സാധാരണവും പരിമിതവുമായ ചുറ്റുപാടുകളിൽ ഷൂട്ട് ചെയ്യുന്നതാണെന്ന ബോധ്യം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു കാര്യമായ മാനദണ്ഡമായി പരിഗണിച്ചിട്ടില്ല. എന്താണ് അവരുടെ കണ്ടന്റ്, അവരത് എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെയാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത്. അങ്ങനെ കുറേയധികം റീലുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും സ്ക്രൂട്ടനൈസ് ചെയ്ത് എടുത്ത കുറച്ച് റീലുകൾ വീണ്ടും കാണുകയും അതിൽ നിന്ന് ഒരു വിജയെ കണ്ടെത്തുകയുമാണ് ചെയ്തത്. അതും ശ്രമകരമായ ജോലിയായിരുന്നു. വളരെയധികം എക്സ്ട്രാ ഓർഡിനറിയായ ഒരെണ്ണോ വളരെ പുവർ ക്വാളിറ്റിയിലുള്ള ഒരെണ്ണമോ കണ്ടില്ല. എല്ലാം ഏകദേശമൊക്കെ ഒരേ നിലവാരത്തിനോട് അടുത്ത് നിൽക്കുന്നവയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വിധി നിർണയത്തിന്റെ മാനദണ്ഡങ്ങൾ പലതരത്തിൽ മാറ്റിമറിച്ചുമാണ് നമ്മൾ കുറച്ച് വിജയികളിലേക്ക് എത്തിയിട്ടുള്ളത്. സമയം കളയാതെ നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാം. മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. 2 പേർക്ക് ലഭിച്ചുള്ളത്. ഒന്ന് അഭിലാഷ് പിള്ളൈ. അഭിലാഷ് പിള്ളായി ചെയ്തിരിക്കുന്നത് ന്യൂസ് കണ്ട് ഭാര്യ ഭർത്താവിനെ ചെലവ് ചെയ്യാൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഇനമായിരുന്നു. അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അതിൻ്റെ ഒരു അവതരണവും അതിൻ്റെ ലൊക്കേഷൻ ഷിഫ്റ്റുകളും ഒക്കെ വളരെ നന്നായിരുന്നു. അടുത്തത് റിൻഷി ഷമീറാണ്. റിൻഷി ഷമീറിൻ്റെയും ഒരു ഘട്ടത്തിൽ അധികം ഡയലോഗുകളില്ലാതെ ഒരു ഇമോഷണൽ കണക്ട് കിട്ടുന്ന ഒരു ഒന്നിച്ചുള്ള പോക്ക് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു സ്വഭാവവും അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും അവരുടെ പ്രകടനവും ഒക്കെ വളരെ നന്നായിരുന്നു. മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അഭിലാഷ് പിള്ളൈ ആൻഡ് റിൻഷി ഷമീർ. ഇനി ഈ റീൽ കോൺടെസ്റ്റിൽ 2ാം സ്ഥാനം കിട്ടിയ ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് 2 പേർക്കാണ്. അതിന് 2 പേർക്കാണ് കൊടുക്കുന്നത്. ഒന്ന് നീതു സൂരജ്. അവർ പ്രകടമായി ഈ വിഷയം ഡയറക്റ്റ് പറയാതെ ഒരു ചായ കുടിയും ആ ചായ കൂടി ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും അതിലൊരു കൗതുകവും രസവും മികച്ച പ്രകടനങ്ങളും കൊണ്ടുമെല്ലാം അത് ക്ലൈമാക്സിൽ കൊണ്ട് കെട്ടിയതൊക്കെ വളരെ രസമായിരുന്നു. നീതു സൂരജ് 2ാം സ്ഥാനം പങ്കിടുന്നു അയൂബ് KPയുമായി. അയൂബ് KP ഇതൊന്നും അല്ലാത്തൊരു രീതിയിൽ അവരുടേതായ ശൈലിയിൽ ഒരു മരത്തിനപ്പുറത്തിപ്പുറത്ത് നിന്ന് 2 പേര് വളരെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന രീതിയിലുമാണ്. അത് എളുപ്പമല്ല. 2 പേരിൽ നിന്ന് വർത്തമാനം പറയുന്ന ഒരു സ്ഥലം അത്രയും രസകരമാക്കുക എന്ന് പറയുന്നതിനകത്ത് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി വളരെ കൂടിയതായിരുന്നു. 2 പേർ മൂത്തോട് മൂന്ന് നോക്കി സംസാരിച്ച് തീരുന്നതിൽ നിന്നും അവരുടെ വിഷയത്തിൽ നിന്ന് ഈ കണ്ടന്റിലോട്ട് മറിഞ്ഞ ജോയിന്റ് ഒക്കെ വളരെ രസമുള്ളതായിരുന്നു. 2ാം സ്ഥാനം നീതു സൂരജ് ആൻഡ് അയൂബ് KP എന്നിവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി 1ാം സ്ഥാനം. 1ാം സ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ തിരഞ്ഞെടുത്തതിന് മുമ്പുള്ളൊരു പ്രകടമായ കാരണം, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലത് പറയാൻ മറ്റൊന്നിനെ കുറിച്ച് മോശം പറയണമെന്ന് നിർബന്ധമില്ല. ഞാൻ പല റീലുകളിലും കണ്ടു. അതിൽ ഭർത്താവ് വില്ലന്മാരാണ്, ഭർത്താവ് ഭാര്യയെ സഹായിക്കാത്തവരാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് പൈസ കൊടുക്കാത്തവരാണ്, ഇങ്ങനെ കാണിക്കുന്നു. അല്ലെങ്കിൽ വീട്ടിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളെ വളരെ കഷ്ടപ്പെട്ട് ചിത്രീകരിക്കുന്നു. നമുക്ക് ആ ഡിക്ലൈൻ സെറ്റപ്പ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ കണ്ടാൽ തന്നെ അതേ അവിടെ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല എന്ന് വളരെ കഷ്ടപ്പാട് ചിത്രീകരിച്ചൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു പുതിയ കാലം കൂടുതലായിട്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു റീലിൽ 2 പേരും വളരെ തുല്യതയുള്ളവരായി തോന്നി. അവർക്ക് പുതിയ കാലത്തിന്റെ ആഗ്രഹങ്ങളുള്ളതായി തോന്നി. അവർ 2 പേരും പരസ്പരം അധികം കുറ്റം പറയാതെ 2 പേരും ഒന്നിച്ചു. മംസ് ആൻഡ് വൈഫ്സ് തുടങ്ങിയത് ഒരു ഭാര്യയും ഭർത്താവും കൂടെയാണല്ലോ എന്ന് പറഞ്ഞതുപോലെ അവരൊന്നിച്ച് മുന്നേറുന്നതിനെ പറ്റി അതിൽ പറഞ്ഞു എന്നത് എന്നെ വല്ലാതെ ആകർഷിച്ചു. വളരെ രസകരമായി അത് അവതരിപ്പിച്ചു. ഒരു പുതിയ കാലത്തിന്റെ വേഗവും താളവും സ്വഭാവങ്ങളുമെല്ലാം അതിലുണ്ടായിരുന്നു എന്ന കാരണം കൊണ്ട് സന്ദീപ് സോമനാഥൻ അവരെ കുറെ ബ്രാൻഡുകൾ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തെ കാണിച്ചുകൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. 1ാം സ്ഥാനം ലഭിച്ചത് സന്ദീപ് സോമനാഥൻ. എല്ലാ വിജയികൾക്കും ആശംസകൾ. പങ്കെടുത്ത എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.